ജെഎസ് നെച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒന്നാണ് കക്കരിക്ക. കക്കരിക്ക അല്ലെങ്കിൽ കുക്കുംബർ അല്ലെങ്കിൽ സലാഡ് വെള്ളരി എന്നൊക്കെ ഇതിനെ അറിയപ്പെടും. അപ്പോൾ ഈ ഒരു കക്കരിക്ക എങ്ങനെയാണ് വിത്ത് മുളപ്പിച്ച് അത് കൃത്യമായി പരിചരിച്ച് എങ്ങനെയാണ് നടുന്നത്, അതുപോലെ തന്നെ വളപ്രയോഗ രീതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ എങ്ങനെ വളപ്രയോഗം ചെയ്തു കൊടുക്കാം, കീടനാശിനികൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ജെഎസ് നേച്ചറിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്നീ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് വിത്ത് പാകി മുളപ്പിക്കുന്നത് മുതൽ തന്നെ തുടങ്ങാം. വിത്ത് നമ്മൾ പാകുമ്പോൾ വേറെ മാറ്റി നട്ട് അത് പിന്നീട് നമുക്ക് ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ മുളപ്പിച്ചിട്ടുള്ളത് ഒരു വിത്ത് പാകുന്ന ഒരു ട്രേയിൽ ഏകദേശം നമ്മുടെ ചകിരി കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. എന്തായാലും ഈ രണ്ട് രീതിയിലും വിത്ത് പാകുമ്പോൾ പെട്ടെന്ന് മുളക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ 100% എല്ലാ വിത്തും തന്നെ മുളക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ പാകിയിട്ടുള്ളത് ഒരു 5-6 വിത്ത് മാത്രമാണ് നമ്മളിവിടെ പാകിയിട്ടുള്ളത്. അപ്പോൾ ആ വിത്ത് എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിത്ത് ട്രേയിൽ നിന്നാണ് നമ്മൾ ഇതൊരു കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം നന്നായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിത്തുകളൊക്കെ ഒരു 4 പ്രായമായി, നമ്മുടെ തൈകളൊക്കെ ഒരു 4 പ്രായമായ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തൈകളൊക്കെ നമുക്ക് മാറ്റി നടാൻ രൂപത്തിലേക്ക് ആവും. അപ്പൊ നമ്മളിവിടെ മാറ്റി നടാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഗ്രോ ബാഗിൽ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട്, പോട്ട് മിക്സ്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനകത്ത് ഏകദേശം ഒരു കുറച്ച് വലിയൊരു വട്ടത്തിൽ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ഈ ഒരു ചകിരി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചകിരി കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അപ്പോൾ ഈ പ്ലാന്റിന്റെ വേരുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വളരാനുള്ള ഒരു ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ കീടബാധകളൊന്നും പെട്ടെന്ന് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ വേരിനെ ഏൽക്കില്ല. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചകിരി കമ്പോസ്റ്റിന്. അപ്പോൾ ഈ ഒരു ചകിരി കമ്പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ തൈകളൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മണ്ണിൽ പിടിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടുത്തെ മണ്ണ് ഏകദേശം നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിനകത്ത് വേറെ പോട്ട് മിക്സ് ഒന്നും തൽക്കാലം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഏകദേശം ഈ ഒരു കുറച്ചുകൂടി ഒരു 5-6 ഇല പ്രായമാവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇതിനകത്തേക്ക് നമ്മൾ വളപ്രയോഗങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു 3 കക്കരിയാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് വെച്ചിട്ടുള്ളത്. ഈ ഗ്രോ ബാഗിനകത്ത് നമ്മൾ സ്ഥിരം വളപ്രയോഗം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 തൈകൾ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് വെക്കാവുന്നതാണ്. മണ്ണിൽ നേരിട്ടാണ് നിങ്ങൾ ഈ ഒരു കക്കരിയുടെ ഒരു തൈകളൊക്കെ വെക്കുന്നത് എങ്കിൽ അത് നേരിട്ട് 2 തൈകളൊക്കെ ഏകദേശം നമുക്ക് വെക്കാം. 2 കൂടുതൽ തൈകളൊന്നും ഒരു ഭാഗത്തായിട്ട് കക്കരിയുടെ മാക്സിമം വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാനിവിടെ നട്ട രൂപത്തിൽ ചകിരി കമ്പോസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മണ്ണിന്റെ കൂട്ടത്തിൽ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു പോട്ട് മിക്സ് മിശ്രിതം ഉണ്ടാക്കി അതിനകത്തേക്ക് നമ്മുടെ തൈ ഇറക്കി വെച്ചാലും മതി. ഇപ്പൊ നമ്മുടെ ഈ കക്കരിക്കയുടെ തൈകളൊക്കെ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്, 3 ആഴ്ചത്തോളം പ്രായമായിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് അത്യാവശ്യത്തിന് വളർന്നിട്ടുണ്ട്, വള്ളിയൊക്കെ പടർന്ന് നല്ല രൂപത്തിൽ തന്നെ. ഇനി ഇപ്പൊ തന്നെ നമുക്ക് നേരെ നോക്കിയാൽ കാണാം അതിൽ നിന്ന് കായ്കളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രൂപത്തിൽ കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കുറച്ചുകൂടി ഇതിന്റെ പിടിവള്ളികളൊക്കെ വരുന്ന സമയത്താണ് ആദ്യഘട്ട വളപ്രയോഗം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യഘട്ട വളപ്രയോഗം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി. വീണ്ടും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നത്. ആ വീഡിയോ അന്ന് വളപ്രയോഗം ചെയ്യുമ്പോൾ എടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു 3 തൈകളാണ് നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഈ ഒരു കക്കരിയിൽ നമ്മൾ 3 പ്ലാന്റ് നട്ടിൽ നിന്ന് ഒരു കക്കരിയുടെ തൈ ഒടിഞ്ഞു പോയിരുന്നു. അപ്പൊ അത് ശരിയാക്കുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ വളപ്രയോഗം ചെയ്യേണ്ടിയിരുന്ന സമയം. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ, പക്ഷെ ആദ്യഘട്ട വളപ്രയോഗം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഈ ഒരു പ്ലാന്റിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഒരു വള്ളിക്ക്
ഈ ഒരു വള്ളിയല്ല, രണ്ടാമത്തെ നിൽക്കുന്ന വള്ളി. അപ്പൊ ഈ ഒരു വള്ളിക്ക് ഏകദേശം ഈ ഭാഗത്ത് നമ്മൾ നേരെ നോക്കിയാൽ കാണാം അതിന്റെ ഒരു ശതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ കമ്പൊക്കെ ഇതുപോലെ പതുക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ചുറ്റും നമ്മൾ കമ്പൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഒടിഞ്ഞ ഭാഗമൊക്കെ നന്നായിട്ട് ലെവലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വീണ്ടും മുതിരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ വളപ്രയോഗം എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നതിനെ പറ്റി പറഞ്ഞു തരാം. ഇത്തരത്തിൽ ഒടിഞ്ഞു പോയിട്ടുള്ള തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കമ്പ് വെച്ചിട്ട് മൂന്ന് നാല് കമ്പ് അതിന് ചുറ്റും വെച്ചാൽ ആ ഒരു ഒടിവ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് കട്ട് ചെയ്ത് മാറ്റേണ്ട, പ്ലാന്റ് ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ കക്കരിക്ക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ ആണ് നടുന്നത് എങ്കിലും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് മാത്രമാണ് കക്കരിക്ക പ്ലാന്റ് വെക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം വയലുകളിലും പാടശേഖരങ്ങളിലൊക്കെ ഈ ഒരു കക്കരി പ്ലാന്റ് കൃഷി ചെയ്യുന്നവരാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ധാരാളമുണ്ട്. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രം കക്കരിക്ക പ്ലാന്റ് വെക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ജലസേചനം വേണ്ട ഒരു വസ്തുവാണ് ഈ ഒരു കക്കരി. വെള്ളരി വർഗത്തിൽപ്പെട്ട ഈ ഒരു ഇനത്തിനെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കക്കരി തൈകളൊക്കെ മാറ്റി വെച്ച് ഏകദേശം കക്കരി തൈകളിൽ നിന്ന് പിടിവള്ളികളൊക്കെ വരുന്നൊരു സമയത്താണ് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യഘട്ട വളപ്രയോഗം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിന്റെ ഈ ഒരു മണ്ണ് ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു വശങ്ങളിലായിട്ട്, ചുറ്റുമുള്ള വശങ്ങളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് വളം എന്ന് വെച്ചാൽ സൂപ്പർ മീൽസ് വളം, അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ്. നമ്മളൊരു പ്ലാന്റ് വളർത്തിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് നൈട്രജൻ വളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം ചാണകപ്പൊടി മാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കൈപ്പിടി മാത്രം സൂപ്പർ മീൽസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വളർച്ചാ ഘട്ടത്തിൽ നമുക്ക് സൂപ്പർ മീൽസ് പോലുള്ള മറ്റു വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞ രീതിയിൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് ഒരു കൈപ്പിടി മാത്രമാണ് സൂപ്പർ മീൽസ് ചേർത്ത് കൊടുത്തുള്ളത്. സൂപ്പർ മീൽസിൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ഒരു 2 ഐറ്റം കൂടി, കൂടുതൽ 4 ഐറ്റം അടങ്ങിയുള്ളതാണ് സൂപ്പർ മീൽസ് എന്ന വളം. അതിനുശേഷം നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് 2 കൈപ്പിടിയോളം ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒരു കമ്പ് വെച്ചിട്ട് പതുക്കെ ഒന്ന് ചുറ്റും തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത മണ്ണിനോട് ചാരിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, പതിയെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നീട് അതിനുശേഷം നമുക്കൊരു കരിയിലയോ അല്ലെങ്കിൽ പച്ചിലയോ അല്ലെങ്കിൽ ചെറിയ ചപ്പ് രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്കൊന്ന് മൂടിയിട്ട് കൊടുക്കണം. ഇങ്ങനെ മൂടിയിട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നന എപ്പോഴും അതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനിവിടെ ചെറിയ രൂപത്തിൽ ഒരു കുറച്ച് മാത്രം ചപ്പ് എടുത്തിട്ട് അതിൻ്റെ മണ്ണിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കുകയാണ്. ചപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വാഴയുടെ നാരാണ് കേട്ടോ. ഇത് വാഴയുടെ നാര് മണ്ണിൽ കടന്ന് ദ്രവിച്ച് ഈ ഒരു പരുവമായതാണ്, അതാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കക്കരിക്കക്ക് ആദ്യഘട്ട വളപ്രയോഗം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നന്നായിട്ട് വളരുന്ന രൂപത്തിൽ ഈ ഒരു ഫസ്റ്റ് വളപ്രയോഗം ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ പ്ലാന്റ് വളരാൻ തുടങ്ങും. അപ്പോൾ ഒരു 20 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിയുന്നതോടുകൂടി നമ്മൾ ഒരു പിടി ചാണകപ്പൊടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഈ ഒരു കൃത്യമായ ഇടവേളയിൽ നമ്മൾ ചാണകപ്പൊടി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കുറഞ്ഞ രീതിയിൽ വളം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കക്കരിക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കക്കരിക്ക ഈ പ്ലാന്റിന് പ്രത്യേക കാലാവസ്ഥയൊന്നും കേട്ടോ. ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. മഴക്കാലത്തോ വേനൽക്കാലത്തോ ഏത് കാലത്തും നമുക്ക് ഈ ഒരു കക്കരിക്കയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. മഴക്കാലത്തൊക്കെ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു കക്കരിക്ക പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ വേര് ചീഞ്ഞു പോവുക എന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നിൽക്കുന്ന രൂപത്തിൽ ഇത് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. മഴക്കാലത്ത് കുറച്ചും കൂടെയൊക്കെ കെയർ കൊടുക്കേണ്ട ഒരു രീതി ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു പ്രശ്നം, അത് വേര് ചെയ്യുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഈ 20 ദിവസത്തിന്റെ ഇടയിൽ നമുക്ക് ഒരു സ്യൂഡോമോണസ് ലായനി കൂടി ചേർത്ത് കൊടുത്താൽ വേരിന്റെ പ്രശ്നങ്ങളൊക്കെ അതുമൂലം പരിഹരിക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്ലാന്റിനെ കൂടുതലായും കീടങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറയുന്നത് കായീച്ച, അതുപോലെ തന്നെ ആമവണ്ട് തുടങ്ങിയ ഈ ഒരു ജീവികൾ മാത്രമാണ്. ആമവണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ഇലകളൊക്കെ കാർന്നു തിന്നുന്ന ഒരു രൂപമാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് നമുക്ക് 4 ഇല 5 ഇല ആയപ്പോഴേക്കും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ചെറിയ വണ്ട് രൂപത്തിലുള്ള ഒരു പ്രാണിയാണ്, അപ്പോൾ അതിനെ പിടിച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കായ്ച്ചകളും നന്നായിട്ട് ഈ ഒരു പ്ലാന്റിനെ ആക്രമിക്കും. അത് മാറാനായിട്ട് നമുക്ക് നീം ഓയിലും വെളുത്തുള്ളിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഫെർട്ടിലൈസറിന്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം നമ്മൾ ഈ കക്കരിക്ക പ്ലാന്റിന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ 20 ദിവസം 15 ദിവസത്തിന്റെ ഇടവേളകളിൽ നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കക്കരിക്ക വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.